നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി സാന്ദ്ര നിവാസിൽ 64 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അളകപ്പനകർ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ജീവനക്കാരനെ കൊലപ്പെടുത്തിയത്. എന്നാൽ പകൽ സംഭവിച്ച വിഷയത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച് തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ യുവാവ് യാതൊരു പ്രകോപനവും ഇല്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജ്ജ അന്വേഷണം നടത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത്. അത് പിന്നെ സോൾവ് ചെയ്ത് എല്ലാവരും വിട്ടു തല്ലിയെന്നാവും പറയുന്നത്. അത് കഴിഞ്ഞ് അവൻ ബസ് സ്റ്റോപ്പിൽ പോയി പിന്നെ വണ്ടി എടുക്കാൻ വന്നു. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയപ്പോൾ അത് ഒക്കെ വെല്ലുവിളിച്ചാണ് ഓടിക്കൊണ്ട് പോയതാണ്. പിന്നെ വൈകിട്ട് വന്ന് പിന്നെ ആൾ വേറൊരു വേഷം ധരിച്ച ഈ തലയിൽ കെട്ടും ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പം പിന്നെ ആർക്കും ആളെ മനസ്സിലായില്ല. ഇതിനെ നടക്കണമെന്ന് തോന്നുന്നു. ചായക്കടക്കാരൻ പറഞ്ഞ് 10 മണി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഇങ്ങനെ നടക്കുകയായിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ ആള് ലാസ്റ്റ് വെള്ളം എടുക്കാൻ വന്നതാണ് ആള് ഹേമേന്ദ്രൻ. അപ്പം ഗേറ്റ് കടക്കുന്നതോടുകൂടെ കുത്തിയിരിക്കുന്നത്. കാരണം ആളുടെ കയ്യിൽ നിന്ന് കുപ്പി വീക്കി കളഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണു. അപ്പം ഞാൻ ഈ ഗ്ലാസ് തുറന്ന് സെക്രട്ടറി ഡോർ തുറന്ന് ചെന്ന് അധികം പിടിച്ചുകൊണ്ടിരുന്ന കൂടി ഇട്ടാൽ ഇരുന്നില്ല. ആൾ സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞ ആൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ ആളെൻ്റെ കൂടെ തന്നെ ഈ രക്തം ഇങ്ങനെ തള്ളി വരിക, അത് പിടിച്ച് വന്നു. പിന്നെ താലൂക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ. അത് കഴിഞ്ഞ് അവിടെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജൂബിലിയിൽ കൊണ്ടുപോയി. ജൂബിലിയിൽ ചെന്നപ്പം രക്തം കണ്ടമാനം പോയിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട്, വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്. അത് കാരണം രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ആൾ മരിക്കുന്നതാണ് കൂടെ പോയി പറഞ്ഞു. തുടർച്ചയായി ടച്ചിങ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കവും കയ്യാങ്കളിയുമാണ് പുതുക്കാട് ബാർ ജീവനക്കാരനെ കൊലപ്പെടുത്താൻ പ്രേരണയായതെന്ന് പ്രതി ഫിജോ ജോൺ. എരുമപ്പെട്ടി സ്വദേശി 64 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച പകൽ ഫിജോ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലുള്ള മേഫെയർ ബാറിൽ മദ്യപിക്കാൻ എത്തിയിരുന്നു. ഇതിനിടെ 8 തവണ പ്രതി ടച്ചിങ്സ് ആവശ്യപ്പെട്ട് നൽകി. 9ാം തവണ ആവശ്യപ്പെട്ടപ്പോൾ ബാർ ജീവനക്കാർ നൽകാൻ വിസമ്മതിച്ചു. പിന്നാലെ തർക്കം കയ്യാങ്കളിയായി. ഇതോടെ ഭീഷണി മുഴക്കി ബാറിൽ നിന്നും പോയ ഫിജോ തൃശൂരിൽ ബാറിൽ പോയി മദ്യപിച്ചതായും പറയുന്നു. പിന്നീട് തൃശൂരിൽ നിന്നും കത്തി വാങ്ങി തിരിച്ചെത്തുകയായിരുന്നു. രാത്രി ബാർ ജീവനക്കാർ പുറത്തിറങ്ങുമ്പോൾ വകവരുത്താനായിരുന്നു ശ്രമം. ഇതിനായി ബാർ അടയ്ക്കുന്നതുവരെ സമീപത്ത് കാത്തുനിന്നു. രാത്രി 11-ന് ബാർ അടച്ചതിനു ശേഷം ചായ കുടിക്കാൻ പോയതായിരുന്നു ഹേമചന്ദ്രൻ. തൊട്ടടുത്ത തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ശേഷം ബാറിന്റെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പതുങ്ങി നിന്ന യുവാവ് കത്തിയുമായി ചാടി വീഴുകയായിരുന്നു. കഴുത്തിന് ഒറ്റക്കുത്താണ് ഏറ്റത്. ഒറ്റക്കുത്തിൽ തന്നെ ആഴത്തിൽ മുറിവേറ്റു. ഉടൻ തന്നെ സംഭവ സ്ഥലത്തു നിന്നും ഫിജോ ഓടി രക്ഷപ്പെട്ടു. സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് കത്തി വലിച്ചെറിഞ്ഞാണ് രക്ഷപ്പെട്ടത്. ഫിജോ കുത്തുന്നതും കുത്തേറ്റ ഉടൻ കഴുത്തു പൊത്തിപ്പിടിച്ച് മറ്റു ജീവനക്കാരുടെ അടുത്തേക്ക് രക്ഷയ്ക്കായി ഓടിവരുന്ന ഹേമചന്ദ്രന്റെ ദൃശ്യവും CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവം അറിഞ്ഞയുടൻ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണിക്കൂറുകൾക്കകം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കൊലയാളിയെ പുതുക്കാട് പോലീസ് പൊക്കി. അതേസമയം പകൽ ഫിജോയുമായി തർക്കം നടന്ന സമയത്ത് ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നില്ലെന്ന് ബാർ അധികൃതർ പറയുന്നു. ബാറിലെ ഏതു ജീവനക്കാരനെ കണ്ടാലും ആക്രമിക്കാവുന്ന മദ്യലഹരിയിലായിരുന്നു ഫിജോ എന്നും പറയുന്നു. കോടികൾ തട്ടിയ ആസ്പയർ ആഗ്രോ നിധി ലിമിറ്റഡ് ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസ് മുഖ്യപ്രതി അടക്കം 3 പേർ അറസ്റ്റിൽ. പരപ്പുകര മുത്രത്തിക്കര സ്വദേശി മാരാശ്ശേരി വീട്ടിൽ 55 വയസ്സുള്ള സുരേഷ് വാസുദേവ്
കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ചെമ്മാലിൽ വീട്ടിൽ 35 വയസ്സുള്ള വിവേക്, എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി മംഗലപ്പിള്ളി വീട്ടിൽ 35 വയസ്സുള്ള സഹീർ മജീദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഊരകത്തുള്ള ആസ്പെയർ ആഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജർമാരുമായ പ്രതികൾ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയിൽ നിന്ന് 2022 ഫെബ്രുവരി 8 മുതൽ 2024 ഒക്ടോബർ 4 വരെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന തുകയുടെ 12% പലിശയും നിക്ഷേപിക്കുന്ന പണത്തിന്റെ ലാഭവിഹിതവും കൂടി 1 ലക്ഷം രൂപയ്ക്ക് 3000 രൂപ വെച്ചും ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1 കോടി രൂപ തട്ടിയെടുത്തുവെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ പ്രതികളായ വിവേക് തൃശൂർ നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. സഹീർ മജീദ് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ 2 തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ SHO BK അരുൺ, SI കെ സാലം, SI CM തോമസ്, CPO വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങരയിൽ പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് കളിപ്പറമ്പിൽ സ്റ്റോഴ്സ് മാർജിൻ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര സെന്ററിൽ ആരംഭിച്ച കളിപ്പറമ്പിൽ സ്റ്റോഴ്സിന്റെ ഉദ്ഘാടനം വെള്ളിക്കുളങ്ങര ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് നൌഫൽ ബാഗുവി നിർവഹിച്ചു. KB മുജീബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. നിത്യോപയോഗ സാധനങ്ങൾ, പലചരക്ക്, ബേക്കറി, കോൾഡ് സ്റ്റോറേജ്, കാലിത്തീറ്റ, സ്റ്റേഷനറി തുടങ്ങി എല്ലാ ഐറ്റംസും കളിപ്പറമ്പിൽ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു സ്ഥാപനം പടച്ചവന്റെ ഫളൽ കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അദ്ദേഹത്തോട് കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്ഥാപനം ഒരുപാട് വിജയത്തിലെത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇതിന്റെ ഉപകാരം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ അല്ലാഹു മാറ്റുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ സന്ദർശിക്കുക. കളിപ്പറമ്പിൽ സ്റ്റോഴ്സ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്, വെള്ളിക്കുളങ്ങര. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9446467194. മറ്റൊരു ഫോൺ നമ്പർ 8330851194. ദേശീയപാതയിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ധർണ പാർട്ടി വൈസ് ചെയർമാൻ MP പോളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് KC പീറ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺ വട്ടക്കുഴി, ബിവിൻ പോൾ, PJ പ്രതീഷ്, VK ആന്റണി, KC ജോസഫ്, രാജൻ പൈനാടത്ത്, PC കറുപ്പൻ, ബിന്നി കുന്നുംപുറം, പോൾ കൊമ്പൻ, ജോസ് തേലപ്പള്ളി, സിജോ പുതുപ്പുള്ളിപ്പറമ്പൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലയുന്ന കർഷകർക്ക് രാസവളങ്ങളുടെ വില വർദ്ധിച്ചത് തിരിച്ചടിയായി. ചിലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ
കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്ന് കർഷകർ. 2017 മുതൽ കേന്ദ്ര സർക്കാർ വളം സബ്സിഡി കർഷകർക്ക് നേരിട്ട് നൽകാതെ രാസവളം കമ്പനികൾക്കാണ് നൽകുന്നത്. മൊബൈൽ ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് ഇത് നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സർക്കാർ സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെ രാസവളങ്ങൾക്ക് വില കുതിച്ചുയർന്നു. ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമെന്നാണ് അളഗപ്പനഗർ കൃഷിഭവന് കീഴിലെ പൂക്കോട് വട്ടണാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ കർഷകർ പറയുന്നത്. അപ്പോൾ നെൽകൃഷിക്കാണെങ്കിൽ ഇപ്പോൾ ഈ കാലാവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടായി. ഒരു വിധത്തിൽ അങ്ങോട്ട് നട്ട് കയറി അതിൻ്റെ പിന്നാലെ മഴ പെയ്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒരു കണക്കിനാണ്ട് കരട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വളം ചെയ്യുന്ന ടൈമായി. വളം ചെയ്യുന്ന വളത്തിനാണെങ്കിൽ ഭീമമായ ഒരു വില വർധനമാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് വളം ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി. കൃഷിക്കാണെങ്കിൽ ഭയങ്കര ചിലവായി. നെൽകൃഷി ഒരേക്കർ പണിയാണെങ്കിൽ ഏകദേശം 35,000-40,000 ചിലവ് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അധികം പിന്നെ മരുന്നിന് തെളിക്കുന്ന മരുന്നിനാണെങ്കിൽ അതിലേറെ വില കൂടുതലും വന്നു. വളത്തിനും എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയമാണ്. പൊട്ടാഷിന് ചാക്കിന് 250 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 1550 നിന്ന് 1800 രൂപയാക്കി. പൊട്ടാഷും നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും വില കൂടി. വിപണിയിൽ ഏറ്റവും ചിലവുള്ള ഫാക്ടംഫോസിന് 1400 നിന്ന് 1425 അടുത്തിടെയാണ് ഇതിന് 1300 നിന്ന് 1400 ആക്കിയത്. യൂറിയയുടെ വില 266 രൂപ 50 പൈസയിൽ തുടരുകയാണെങ്കിലും ആവശ്യത്തിന് കിട്ടാനില്ല. 1 ഹെക്ടർ വയലിലെ നെല്ലിന് ഫാക്ടംഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിവ 3 തവണയായി ഇടുന്നതിന് 2 വിളയ്ക്കുമായി വർഷം ഏക്കറിന് 5000 രൂപ അധികം ചെലവ് വരും. ഒരു തെങ്ങിന് വർഷം 3 മുതൽ 5 കിലോഗ്രാം വരെ രാസവളം വേണ്ടിവരും. ഒരേക്കറിൽ 75 തെങ്ങിന് വളമിടാൻ 22,000 രൂപയാകും. ചെറുകിട കർഷകർ മുതൽ വലിയ തോട്ടം ഉടമകളെ വരെ വിലവർധന ബാധിച്ചു. ചെലവിന് ആനുപാതികമായി വരുമാനമില്ലാത്തതിനാൽ റബ്ബർ അടക്കമുള്ള കൃഷിക്ക് വളം ഇടുന്ന കർഷകരുടെ എണ്ണത്തിലും കുറവുണ്ട്. എങ്കിലും വാഴ, കപ്പ, പച്ചക്കറി, നെല്ല് തുടങ്ങിയ കൃഷികൾക്ക് കൃത്യമായി വളം ഇടാതിരിക്കാനും കഴിയില്ല. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ വളം ഇടേണ്ട സമയമായിട്ടും വളത്തിന് ലഭിക്കുന്നില്ല. സമയത്തിൻ്റെ ആവശ്യാനുസരണം വളം ലഭിക്കുന്നില്ല. ഉള്ള വളത്തിനാണെങ്കിൽ വില 300-400 രൂപ വെച്ച് ചാക്കിന് വർദ്ധിച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഭീമമായ ചെലവ് ചെയ്തിട്ടാണ് കൃഷി ഒരു കണക്കിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വളത്തിൻ്റെ വില വർധനവും കൂടി ആകുമ്പോൾ കർഷകനത് ചെലവ് ഭാരം കൂടുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ ഈ പ്രാവശ്യം മഴയുടെ സമയബന്ധിതമായിട്ടുള്ള മഴയല്ല ലഭിച്ചിരിക്കുന്നത്. അധികമായി മഴ ലഭിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു കണക്കിന് നെല്ല് മഴയുടെ ശല്യം, വെള്ളശല്യം കടന്ന് കയറി വരുമ്പോഴാണ് വളരേണ്ട സമയത്താണ് ഈ പ്രതിഭാസം വന്നിട്ടുള്ളത്. ഈ എല്ലാ കാലത്തും വളത്തിന് ഈ സമയമാകുമ്പോൾ ഒരു ലഭ്യത കുറവുണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ലഭ്യത ഇല്ലാതെ തന്നെയില്ല. ഉള്ള വളത്തിന് 350-400 രൂപയാണ് ഒരു ചാക്കിന് വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ വർദ്ധിച്ചാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങി ഇടാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഉള്ള ചെലവ് കൂടെ വീണ്ടും വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെലവ് ചെയ്ത പൈസ പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം കർഷകൻ്റെ ഈ ബുദ്ധിമുട്ടിന് അപ്രതീക്ഷിതമായി മഴ നേരത്തെ എത്തിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷി പ്രതിസന്ധിയിലായിരിക്കെയാണ് രാസവളത്തിന്റെ വിലക്കയറ്റം കർഷകർക്ക് ഇരുട്ടടിയായത്. ഇതോടൊപ്പം കൂലിയും അനുബന്ധ ചിലവുകളും വർദ്ധിക്കുമ്പോൾ ഓണവിപണിയിൽ പച്ചക്കറി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമെന്നും കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയാണ് രാസവളങ്ങളുടെ വിലവർദ്ധനവ്. കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതോടെയാണ് വിലക്കയറ്റം രൂക്ഷമായത്. ചെലവിനാനുപാതികമായി വരുമാനം ഇല്ലാതായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,140 രൂപയും പവന് 73,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.